ഇനി നമുക്കൊരു സ്കാറ്റേർഡ് വർക്ക് നോക്കാം. അപ്പോൾ സ്കാറ്റേർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ബോക്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇന്ന് സ്കാറ്റേർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ കുന്തൻ സ്റ്റോൺസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെയാണോ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. നമുക്ക് ഇനി ഇവിടെ ആവശ്യമുള്ളത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് വളരെ കുറേശ്ശെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം എൻ്റെ ഒത്തിരി കട്ടയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയായിരുന്നേ. ഇതിപ്പോൾ റഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിലാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ അതൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് വെച്ച് പോവുക. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റോൺസ് എടുക്കുമ്പോൾ അതിൻ്റെ മീതെ, അതായത് ആ ഗ്ലേസിങ് ഉള്ള ഭാഗത്തായിട്ട് ഒരു കാരണവശാലും ഗ്ലൂ അപ്ലൈ ആവാതെ നോക്കുക. അപ്പോൾ ഗ്ലൂ അപ്ലൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഒരു ഗ്ലോയിങ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയിലൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് സ്കാറ്റേർഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് യോക്കിൽ ചെയ്ത് കൊടുക്കാം, അതുപോലെ സ്ലീവിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഓണത്തിന് മുന്നോടിയായിട്ട് എല്ലാവരും ഡ്രസ്സുകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമെന്നറിയാം. അതിലൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് കുത്തൻ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.